എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ബ്യൂട്ടി ടിപ്സുമായിട്ടാണ്. ടിപ്സ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാൽ മാത്രമേ അത് യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് നല്ലൊരു ടിപ്സാണ്. നമുക്ക് പുറത്ത് പോയിട്ട് വരുമ്പോൾ സൺ ടാൻ ഉണ്ടാകാറുണ്ട്, അതുപോലെ തന്നെ കണ്ണടിയിലെ ഡാർക്ക്നെസ്, അതുപോലെ ചെറിയ ചെറിയ കലകൾ, കറുത്ത പാടുകൾ, ഇതൊക്കെ മാറാൻ വേണ്ടി സൂപ്പർ ഒരു ബ്യൂട്ടി ടിപ്സാണ്. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ പായ്ക്ക് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമുക്കിതിനായിട്ട് വേണ്ട ഒരു ഹാഫ് ലെമൺ ജ്യൂസാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലെമൺ ജ്യൂസ് ഭയങ്കര നല്ല റിസൾട്ട് തരുന്ന ഒരു സാധനമാണ്. ബ്രൈറ്റ് ചെയ്യാനായിട്ടും, അതുപോലെ തന്നെ കലകൾ, കറുത്ത പാടുകൾ മാറാനായിട്ടും, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവ് മാറാനായിട്ടും ഒക്കെ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നമ്മുടെ ഈ ലെമണ്. അപ്പോൾ ലെമൺ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ താരവും നമ്മുടെ ലെമൺ തന്നെയാണ്. നമുക്ക് ഇത്രയും ഹാഫ് ലെമണാണ് വേണ്ടത്. ഹാഫ് ലെമൺ എന്ന് പറഞ്ഞാൽ ഹാഫ് ലെമൺ തന്നെ ഇതിനെടുക്കണം, എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ഇതിന് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ഈ ബൗളിലോട്ട് ഒരു ഹാഫ് ലെമൺ ജ്യൂസ് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കുകയാണ്. പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമുക്ക് കുരു മാറ്റിക്കളയാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കുരുവുണ്ട്, അപ്പോൾ അത് ഞാനിങ്ങനെ കൈ കൊണ്ട് എടുത്ത് മാറ്റുവാണ്. ഏകദേശം ഇത്രയും ലെമൺ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും തന്നെ ലെമൺ ജ്യൂസ് നമുക്ക് വേണം. ഇതിനകത്തേക്ക് അടുത്ത സാധനം എന്താണെന്ന് ഞാൻ പറയാം. ഇനി നമുക്ക് വേണ്ട റോസ് വാട്ടറാണ്. അപ്പോൾ ഇതിൽ 1 സ്പൂൺ റോസ് വാട്ടർ നമുക്ക് ഇതിനകത്ത് ഒഴിക്കാം. ഇത് ചന്ദനപ്പൊടിയാണ്. നല്ല ക്വാളിറ്റിയുള്ള ചന്ദന പൗഡർ വാങ്ങിച്ചാൽ മാത്രം മതി. അപ്പം നല്ല റിസൾട്ടാണ് ഈ ചന്ദനപ്പൊടിക്ക്. ചന്ദനപ്പൊടി കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നല്ല സ്മൂത്തായിരിക്കും സ്കിന്ന്, അതുപോലെ തന്നെ നല്ല ടാനൊക്കെ മാറും, അതുപോലെ നല്ല ഗ്ലോ കിട്ടും ഫേസിന്. അങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട് ഈ ചന്ദന പൗഡറിന്. അപ്പോൾ ഈ ചന്ദന പൗഡറാണ് ഞാനിന്ന് യൂസ് ചെയ്യുന്ന അടുത്ത താരം. ഇതിനകത്തുനിന്ന് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ചന്ദനപ്പൊടി നമുക്ക് ഇടണം. അപ്പം പൗഡർ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുവാണ്. വെറുതെ ചന്ദന പൗഡർ മിക്സ് ചെയ്ത് ഫേസിൽ ഇട്ടാൽ നല്ലതാണ്. കുറച്ച് വെള്ളം കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ പരുവത്തിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് ഒരു പരുവം മതി. ഇത് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് സാധനം യൂസ് ചെയ്താൽ നമ്മുടെ ഫേസും നെക്കും കവർ ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ ആ ഒരു കറക്റ്റ് റിസൾട്ട് നമ്മുടെ ഫേസിനും നെക്കിലും വരത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഏത് സാധനം ഫേസിലിടുന്നു അതുപോലെ തന്നെ നെക്കിലും യൂസ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പായ്ക്ക് മുഴുവൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇടാതിരിക്കേണ്ട. ബ്ലീച്ചൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ണിനടിയിൽ ഇടരുത്. ഈ പായ്ക്ക് നമ്മൾ നാച്ചുറലായിട്ട് ഏത് പായ്ക്ക് വീട്ടിലുണ്ടാക്കുന്നോ അതെല്ലാം നമ്മുടെ കണ്ണിനടിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്, ഒരു പ്രശ്നവും ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ മേളിലും നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഈ ചന്ദനത്തിൻ്റെ ആ പായ്ക്കെന്ന് പറയുന്നത് ഒരു സ്ക്രബിൻ്റെ ഒരു ചെറിയൊരു തലയോട് കൂടിയുള്ള ഒരു പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു സ്ക്രബിൻ്റെ ഫീലിങ്ങും കിട്ടും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെവിക്ക് കളർ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ചെവിയിൽ ഇട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഈ മിക്സ് മൊത്തം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങണം. നല്ലതായിട്ട് ഉണങ്ങണം. ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് നിങ്ങൾ വാഷ് ചെയ്യാവുള്ളൂ. പായ്ക്കിടുമ്പോൾ തണുത്ത വെള്ളത്തിലും ചില പായ്ക്കിടുമ്പോൾ ചൂടുവെള്ളത്തിലുമാണ് നമ്മൾ കഴുകിക്കളേണ്ടത്. അപ്പോൾ ഈ പായ്ക്ക് എന്തായാലും നല്ല തണുത്ത വെള്ളത്തിലാണ് നമ്മൾ വാഷ് ചെയ്ത് കളയേണ്ടത്. ഇത് ഉണങ്ങട്ടെ. ഉണങ്ങുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം തന്നെ എൻ്റെ ഫേസെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ഇത് നമ്മളെപ്പോഴും ഈ പായ്ക്കിട്ടുണ്ടോ ഒരിക്കലും സംസാരിക്കരുത്. കാരണം സ്കിന്ന് ഭയങ്കരമായിട്ട് ലൂസാകും. നമ്മൾ പായ്ക്കിട്ട് കഴിഞ്ഞ് സംസാരിക്കാൻ പാടില്ലെന്നാണ്. കാരണം നമ്മൾ പായ്ക്കിട്ട് കഴിഞ്ഞ് മിണ്ടാതിരിക്കുക, നല്ലപോലെ പായ്ക്ക് ഡ്രൈ ആവുന്നവരെ അനങ്ങാതെ അവിടെ ഇരിക്കുക. അതിനുശേഷം നമ്മൾ നല്ല തണുത്തോളത്തിൽ വാഷ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ നല്ലതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് വാഷ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ബൗളിനകത്ത് കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് സ്കിന്ന് നമ്മുടെ ഈ പായ്ക്ക് ചെറുതായിട്ട് നനച്ച് കൊടുക്കുക. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. തണുത്ത വെള്ളത്തിൽ തന്നെ നമുക്ക് നനച്ച് കൊടുക്കാം. നമ്മുടെ പായ്ക്ക് നന്നായിട്ട് ഉണങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പെട്ടെന്ന് ഓടിച്ചെന്നൊന്ന് കഴുകരുത്. മുഖം പിടിച്ച് നമ്മളിങ്ങനെ ഉരച്ച് കഴുകുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ. ഇതുപോലെ തന്നെ നനച്ച് കൊടുത്തതിന് ശേഷം ജ്യൂസ് പിഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരിക്കലും ഈ തൊണ്ട് കളയരുത്. അത് മാറ്റി വെച്ചേക്കണം. നമുക്ക് അവസാനം ഇത് യൂസ് ചെയ്യാനുള്ള ആവശ്യം വരുന്നതാണ്. അപ്പോൾ അത് നേരത്തെ പറയാൻ ഞാൻ മറന്നുപോയി കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ തൊണ്ട് കൊണ്ടാണ് നമ്മൾ ഇതിപ്പം നല്ലതായിട്ട് റബ്ബ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ
ഓൾറെഡി നമ്മുടെ പായ്ക്കെല്ലാം നനഞ്ഞ് കുതിർന്നിരിക്കുവാണ്. നമ്മൾ വെള്ളം കൊണ്ട് കുതിർത്തി എടുത്തുകൊണ്ട് നമ്മുടെ പായ്ക്കെല്ലാം നന്നായിട്ട് കുതിർന്നിരിക്കുവാണ്. അപ്പം നമ്മൾ ഈ തൊണ്ടുകൊണ്ട് തന്നെ ഇതുപോലെ ഉരച്ചൊരച്ചൊരച്ച് അപ്പം നമ്മുടെ ഫേസിലുള്ള ഡെഡ് സ്കിന്നെല്ലാം നന്നായിട്ട് പോകും. നമ്മുടെ കണ്ണിനടിയിലല്ലാതെ ഇങ്ങനെ എടുത്ത് ഈ ഷെയ്ഡ് ഇങ്ങനെ ചെയ്യണം. 2 കണ്ണിനടിയിലും ഇങ്ങനെ നമ്മൾ ചെയ്യണം. കണ്ണിനകത്ത് നാരങ്ങയുടെ നീര് പോകാതെ സൂക്ഷിക്കണം. കണ്ണിൻ്റെ മേളിൽ നമ്മൾ ഇതുപോലെ നാരങ്ങയുടെ തൊണ്ടുകൊണ്ട് ഇങ്ങനെ ഉരച്ച് കഴുകണ്ട. അത് നമുക്ക് വെള്ളം കൊണ്ട് തന്നെ കഴുകാം. അല്ല ഡാർക്ക് ഷെയ്ഡുള്ള ആ ഭാഗത്തെല്ലാം നമുക്കിങ്ങനെ ഈ തൊണ്ട് വെച്ച് ഇങ്ങനെ ഉരച്ച് കൊടുക്കാം. നല്ല റിസൾട്ടാണ് ഈ പായ്ക്കിൽ കേട്ടോ. നമുക്ക് ആഴ്ച 2 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ചുളിവൊക്കെ മാറിക്കിട്ടും. നമുക്ക് തന്നെ അതിൻ്റെ റിസൾട്ട് കണ്ടറിയാൻ പറ്റും. തരുന്ന ഓരോ ടിപ്സും നിങ്ങൾക്ക് ഉപയോഗപ്രദമായ ടിപ്സുകളാണ്. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റൂ. നന്നായിട്ട് നമ്മൾ ഇതെല്ലാം നന്നായിട്ട് ഉരച്ച് നമ്മൾ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. തണുത്ത വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്യണം കേട്ടോ. ഞാൻ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇത് ടവൽ ഡ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ഞാൻ എൻ്റെ ഫേസെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മൂത്തായിട്ടുണ്ട്. നല്ല സ്കിന്നെല്ലാം നല്ല സ്മൂത്തായിട്ടുണ്ട്. എന്താ പറയുക, നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ഇതുപോലെ തന്നെ ഈ പായ്ക്ക് ഫേസിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കണം. നല്ലതായിട്ട് ഉണങ്ങിയിട്ട് മാത്രമേ കഴുകിക്കളയാവുള്ളൂ. അപ്പോൾ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കണം. നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ നല്ല ഇതുപോലെ ബ്യൂട്ടി ടിപ്സുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.